നമസ്കാരം. ജയം ടോക്സിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് അവസരങ്ങളുടെ കലയാണ്, പ്രത്യേകിച്ചും കേരളത്തെ സംബന്ധിച്ച്. കാരണം കേരളത്തിൽ അടിസ്ഥാന വോട്ടുകൾ വലിയ വ്യത്യാസമില്ല. CPM-ൻ്റെ ആണെങ്കിലും കോൺഗ്രസിൻ്റെ ആണെങ്കിലും UDF-ൻ്റെ ആണെങ്കിലും LDF-ൻ്റെ ആണെങ്കിലും അടിസ്ഥാന വോട്ടുകൾ ഏറെക്കുറെ തുല്യമാണ്. 75-80 ലക്ഷം വോട്ടുകളാണ് UDF-നും LDF-നും ഉള്ളത്. നമുക്ക് ഇത്തവണത്തെ തന്നെ SIR തീവ്ര വോട്ട് പരിഷ്കരണമൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴുണ്ടായ വോട്ടേഴ്സ് ലിസ്റ്റ് അനുസരിച്ച് മൊത്തം 2,67,00,000 വോട്ടുകളാണ്. കഴിഞ്ഞ തവണ 4-5 ലക്ഷം കൂടുതലുണ്ടായിരുന്നു. അതെന്തായാലും 2,10,00,000 വോട്ടുകളാണ് പോൾ ചെയ്യപ്പെടുക. അത് ഇത്തവണയും അങ്ങനെ തന്നെയായിരിക്കും. ഇതിൽ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലമനുസരിച്ച് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമനുസരിച്ച് ഇതിൽ UDF-ന് 82 ലക്ഷം വോട്ടാണ് കിട്ടിയത്. LDF-ന് 94 ലക്ഷം വോട്ടും. അതായത് 12 ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് കഴിഞ്ഞ തവണ LDF അധികാരത്തിൽ വന്നത്. പക്ഷേ ഈ 12 ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞത് 99 സീറ്റിലേക്ക് LDF-നെ കൊണ്ട് എത്തിച്ചു. UDF-ൻ്റെ സീറ്റിൻ്റെ എണ്ണം 41 കുറഞ്ഞു. അതായത് ഏകദേശം ഒരു 58 സീറ്റിൻ്റെ വ്യത്യാസമാണ് ഈ 12% വന്നത്. അപ്പോൾ ഈ 12% വോട്ടിന് വ്യത്യാസം ഉണ്ടാക്കുന്നത് കേരളത്തിലെ ഏകദേശം 15-20 ലക്ഷം വോട്ടർമാരാണ്. അതായത് UDF-ൻ്റെ ആയിക്കോട്ടെ LDF-ൻ്റെ ആയിക്കോട്ടെ അടിസ്ഥാന വോട്ടിൽ എന്തെല്ലാം പ്രചാരണ കോലാഹലം നടന്നാലും അടിസ്ഥാന വോട്ടിൽ വ്യത്യാസം വരില്ല. അടിസ്ഥാന വോട്ടുകൾ വ്യത്യാസം വരുന്നത് ഒറ്റ സാഹചര്യത്തിൽ മാത്രമാണ്. CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും അടിസ്ഥാന വോട്ടുകൾ BJP-യിലേക്ക് മാറുമ്പോൾ. കോൺഗ്രസിൻ്റെ വോട്ടുകൾ BJP-യിലേക്ക് പോയപ്പോൾ അത് കോൺഗ്രസിനെ ക്ഷണിപ്പിച്ചു. ഇപ്പോൾ CPM-ൻ്റെ വോട്ടുകൾ BJP-യിലേക്ക് പോയപ്പോൾ അത് CPM-നെ ക്ഷണിപ്പിച്ചു. ഇതാണ് അടിസ്ഥാനപരമായി വോട്ടിലുണ്ടാകുന്ന മാറ്റം. അല്ലെങ്കിൽ ഈ പറയുന്ന 20 ലക്ഷം വോട്ടുകളുടെ തീരുമാനമാണ് ശരിക്കും പറഞ്ഞാൽ ഭരണത്തിൽ ഒരു മുന്നണിയെ ഭരണത്തിലെത്തിക്കുന്നത്. അപ്പോൾ ഈ 20 ലക്ഷം വോട്ടിന് വേണ്ടിയുള്ള ഒരു പരാക്രമമാണ് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ നടക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ഏറ്റവും ഒടുവിൽ കത്രികയുടെ പേരിൽ, അല്ലെങ്കിൽ ഒരു ശസ്ത്രക്രിയയിൽ ഒരു സ്ത്രീയുടെ വയറ്റിൽ കത്രിക ചെന്നുപെട്ടതിൻ്റെ പേരിൽ ആരോഗ്യവകുപ്പിന് നേരെ ഉണ്ടായ ഈ ഒരു പ്രചാരണം, ആ പ്രചാരണം അതിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോഴാണ് അതിനെ അട്ടിമറിക്കാൻ വേണ്ടി CPM നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഈ പറയുന്ന കണ്ണൂർ വിവാദമുണ്ടാകുന്നത്. ഏതായാലും കണ്ണൂരിൽ നടത്തിയ ആ നാടകം അമ്പെ പരാജയപ്പെട്ടു പോയി, പൊളിഞ്ഞുപോയി. ഇത് നമുക്കറിയാം കണ്ണൂരിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. കണ്ണൂരിൽ ആ ഒരു ബഹളമുണ്ടാകുന്ന സമയത്ത് ഒരുപക്ഷെ ആ ബഹളം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പോലും അതിങ്ങനെ ഒരു ടേൺ അതിനകത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജ് പോലും ആലോചിച്ചിട്ടുണ്ടായിരുന്നിരിക്കില്ല. പക്ഷേ അതിനുശേഷം പ്ലാറ്റ്ഫോമിലേക്ക് ചെന്നു. പ്ലാറ്റ്ഫോമിൽ ചെന്ന് കഴിഞ്ഞ് സ്പീക്കർ ഷംസീറിനെ കാണുന്നു. ഷംസീറുമായി നടത്തിയ ചർച്ചയിലാണ് ഇതിനെ വേറൊരു തലത്തിലേക്ക് രാഷ്ട്രീയമായി മാറ്റാനുള്ള ആലോചന നടക്കുന്നതെന്ന് വേണം നമ്മൾ കരുതാൻ. അത് പിന്നീട് അത് 1-ാം പ്ലാറ്റ്ഫോമിൽ നിന്ന് 3-ാം പ്ലാറ്റ്ഫോമിൽ എത്തുന്നു. ഈ 10 മിനിറ്റിനുള്ളിൽ പല കാര്യങ്ങളും ഇതിനകത്ത് നടന്നിട്ടുണ്ടാവണം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചപ്പോഴേക്കും അത് വേറെ തലത്തിലെത്തി. അത് ഒരാക്രമണമായി. സ്വാഭാവികമായിട്ട് ആ ബഹളത്തിലുണ്ടായ ഒരുപക്ഷെ മന്ത്രിക്കുണ്ടായ ആ കഴുത്തിൻ്റെ വേദന അത് പെട്ടെന്ന് ഒരു ഗുരുതരമായ ഒരു പരിക്ക് പോലുമുണ്ടായ വേദനയായി മാറി. ICU-യിലെത്തുന്നു. ഇപ്പോഴിതാ ആ നാടകം പൊളിഞ്ഞു. എല്ലാം കഴിഞ്ഞ് മന്ത്രി 12 മണിക്കൂർ കാറിൽ യാത്ര ചെയ്ത് തിരുവനന്തപുരത്തേക്ക് വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പൊളിഞ്ഞു നാടകം. ഇതുപോലുള്ള നേരത്തെ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നീലപ്പെട്ടി എന്താണ്, അന്ന് രാത്രിയിൽ ഒരു പെട്ടി ഈ കോൺഗ്രസ് MLA-മാർ താമസിക്കുന്ന ഹോട്ടലിലേക്ക് എത്തുന്നു എന്ന് CPM നേതാക്കൾ അറിയുന്നു. ഇതിന് പിറ്റേ ദിവസത്തേക്ക് സംസ്ഥാന കമ്മിറ്റി കൂടി ആലോചിക്കാൻ സമയമില്ല. അതുകൊണ്ട് പെട്ടെന്ന് അടിയന്തരമായി നടപടിയെടുക്കാൻ തീരുമാനിച്ചു. ഒരുപക്ഷെ അതിനകത്ത് നോട്ടുകെട്ടുകളായിരിക്കും അവർ കരുതി. കാരണം തെരഞ്ഞെടുപ്പ് സമയമാണല്ലോ. അതുകൊണ്ട് കാത്തു നിൽക്കാതെ, കൂടുതൽ ആലോചിക്കാതെ, ഒരുപക്ഷെ ഒരാളുടെ 2 പേരുടെ തലയിൽ ഉദിച്ച ബുദ്ധിയായിരിക്കണം. ആ രാത്രിയിൽ അവർ പോലീസിനെ അറിയിച്ചു, റെയ്ഡ് നടത്തുന്നു. ഒരു നോട്ടുകെട്ടും കിട്ടിയില്ല, ഒരു നോട്ട് പോലും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. ദയനീയമായിട്ട് അത് പൊളിഞ്ഞു. അത് തിരിച്ചടിച്ചു പക്ഷേ രാഷ്ട്രീയ പ്രചാരണത്തിൽ ഇതൊക്കെ സ്വാഭാവികമാണ്. ഇനിയും വരാൻ പോകുന്നു. ഇനിയും തെരഞ്ഞെടുപ്പിന് സമയമുണ്ട്. ഇനിയും വരും നാടകങ്ങൾ. ഇതൊക്കെ പലപ്പോഴും ഈ നാടകങ്ങൾ ആലോചിച്ചും കണ്ടും ചെയ്തില്ലെങ്കിൽ തിരിച്ചടിക്കുമെന്നുള്ളതിന് തെളിവാണ് നീലപ്പെട്ടിയും ഇപ്പോഴത്തെ കണ്ണൂർ സംഭവമൊക്കെ. അപ്പോൾ നേരത്തെ ആണെങ്കിലും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയമായിട്ട്
മതപരമായ സ്വാധീനങ്ങൾ ചെലുത്താൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ പ്രത്യേകിച്ച് EMSന്റെ കാലത്ത് നമുക്കറിയാം സദ്ദാം ഹുസൈൻ്റെ ഇഷ്യൂ, ശരീഅത്ത് നിയമം ഉപയോഗിച്ചുള്ള പ്രചാരണം, ഇതൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉണ്ടാക്കുന്ന ചില മാറ്റങ്ങൾക്ക് വേണ്ടിയാണ്. ആ സമയത്ത് കേരളത്തെ സംബന്ധിച്ച് 10-20 ലക്ഷം പേരുടെ വോട്ടുകൾ നിർണായകമാകുന്ന ഘട്ടത്തിൽ അതിൽ 1-2% പോലും വോട്ടുകൾ മാറ്റിമറിക്കാൻ കഴിഞ്ഞാൽ വലിയ വ്യത്യാസമാണ്. കാരണം കേരളത്തിൽ മലപ്പുറമോ കണ്ണൂരോ ഒഴിച്ചുള്ള ഒട്ടുമിക്ക ജില്ലകളിലും 10,000-ഓ അതിൽ താഴെയോ വോട്ടുകളുടെയൊക്കെ ഭൂരിപക്ഷത്തിലാണ് പലരും ജയിക്കുന്നത്. അവിടെയൊക്കെ ഇത്തരം വോട്ടുകൾ അല്ലെങ്കിൽ ഇത്തരം പ്രചാരണങ്ങൾക്ക് നിർണായകമായ സ്വാധീനമുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ഇത്തരത്തിലുള്ള ബാലിശമായ പ്രചാരണങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുകയും അത് പരാജയപ്പെടുകയും ഒക്കെ ചെയ്യുന്നതും. ചിലപ്പോഴൊക്കെ ചിലത് വിജയിക്കും. എന്തായാലും ഈ നാടകം ഇനിയും തുടരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.